അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ തംബ്ലൈന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, അതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ച്. നല്ല അടിപൊളി പുഴുങ്ങിയ പൈനാപ്പിളിൻ്റെ ജ്യൂസാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഉമ്മാനോട് വിശേഷം ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കല്ല എൻ്റെ അടുക്കള കാണണമെന്ന് പറഞ്ഞ് ഇതാ മക്കളെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ അടുക്കള കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അടുക്കള. ഇവിടുന്നാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഇത്രയും ലേറ്റായത് നിങ്ങളെ പല ആളും ഇത് കാണിച്ചിടണം എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ ലേറ്റായത് നമ്മളെന്തെല്ലോ പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തിരക്കും ഇതെല്ലാം ഉണ്ടാകും. കാണിച്ചു തരാം അതിന്. ഈ അടുക്കളയിൽ നിന്ന് വെച്ച സാധനങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോയിലിട്ട് കാണിച്ചു തരുന്നത്. വേറെ എവിടെയും പോയിട്ടൊന്നുമല്ല. ഇത് നമ്മളെ ഹോളിൽ നിന്ന് കയറുമ്പോൾ ഉള്ള അടുക്കളയാണ്, ഒന്നാമത്തെ അടുക്കള. ഇതിൻ്റെ അടുത്താണ് നിസ്കാര മുറി ഉള്ളത്. ഇതാണ് നിസ്കാര മുറി. ഇവിടുന്ന് പിന്നെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും, ബാങ്ക് കൊടുക്കുമ്പോൾ ഉടനെ ഒതു കൊടുത്ത് ഞാനെടുത്ത് നിസ്കരിച്ചാളിയോ. അതാണ് എൻ്റെ നിസ്കാര റൂം. ഓക്കെ. പിന്നെ ഇവിടെ ബെഡ് ഇട്ടിനെ ബെഡിൽ എനിക്ക് ക്ഷീണാകുമ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണമാകുമ്പോൾ കിടക്കാനില്ല. നിസ്കരിക്കുമ്പോൾ ചില സമയത്ത് ഞാൻ നിന്നിട്ടല്ലേ നിസ്കരിക്കുക, ഇരുന്നിട്ടെടുക്കുമ്പോൾ അത് കിബിലക്ക് നേരെയല്ലേ ഞാനത് ഇട്ടണം. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്യാം. അങ്ങനെ അതങ്ങ് കഴിഞ്ഞ് ഇതെല്ലാം നിങ്ങൾ വിചാരിക്കും ഈ ഷോക്കേസിൽ മാത്രം ഇത് പുതിയതൊന്നുമല്ല, കുറച്ച് പഴക്കമുള്ളതാണ്. നമ്മൾ വീട്ടിൽ കൂടുന്ന സമയത്തുള്ള സാധനങ്ങളാണ് ഇത്. നമ്മൾ ഉപയോഗിക്കുള്ളൂ. ഞാൻ എൻ്റെ വിചാരം നേരിച്ചാൽ ഇതെല്ലാം ഇങ്ങനെ ഷോക്കേസിൽ ആൾക്കാർക്ക് കാണാൻ വെച്ച സാധനമാണ്. ഞാൻ എടുക്കലൊന്നുമില്ല. പക്ഷേ അൽഹംദുലില്ലാ എൻ്റെ ഒരു പിന്നെ പേരക്കുട്ടിക്ക് ഒരു 10-11 വയസ്സ് കഴിഞ്ഞ മുതൽ ഓള് തുടങ്ങിയിന് എല്ലാം എടുക്കും. ഓക്ക് 3 നേരത്തെ ഭക്ഷണം 3 നേരത്തെ എടുക്കും. ഡിന്നർ സെറ്റ് ഇന്ന് എത്തുന്ന ഡിന്നർ സെറ്റിൽ ഓൾ നാളെ തിന്നൂല. അതിന് ബെഡായി പറയുന്നൊന്നുമല്ല. എൻ്റെ മോൾ അങ്ങനെ, എൻ്റെ പൊന്നു മോള് അതെന്നെ ഓളെന്നെ എടുക്കും. ഞാൻ വിചാരിക്കും ഈ ഓളെങ്കിലും എടുത്തിട്ടങ്ങ് തീരട്ടെ എന്ന് വിചാരിക്കും. വളരെ ശ്രദ്ധിച്ചിട്ട് എന്നെ പേടിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് ഒന്നും പൊട്ടാണ്ടും തൊടാണ്ടും അങ്ങനെ എടുത്ത് ഓളെന്നെ എടുക്കും, ഓളെന്നെ വെക്കും. ഉമ്മ ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കാം. അപ്പം മോളെ എടുത്തോ, അങ്ങനെ വെക്കണം മോള് എന്ന് പറയൂ. അപ്പോൾ ഇത് ഉമ്മാൻ്റെ സ്റ്റോർ റൂമാണ്. ഉമ്മാൻ്റെ സ്റ്റോർ റൂമിൻ്റെ ഈ സൈഡിലാണ് ഉമ്മാൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ. ഇതെല്ലാം ഉമ്മാൻ്റെ കളക്ഷനാട്ടോ. ഇതിലൊന്നും ഞാൻ കൈ കടത്തിയിട്ടില്ല. കോഫി മേക്കർ. പിന്നെ ഇത് തേങ്ങ ചേർന്നില്ല. ഇത് എൻ്റെ ടെപ്പർ വെയറിൻ്റെ പാത്രങ്ങൾ വെക്കുന്ന അർമാളിയാണ്. ഇത് നിങ്ങൾ വിചാരിക്കൂ ഇത് എൻ്റെ മോള് ഒന്നെടുത്താൽ ഒന്നിന് മൂടി ഉണ്ടാവും, ഒരു പാത്രം ഉണ്ടാവില്ല. അതിന് ഞാൻ തോന്നിട്ട് അത് ഉപയോഗിച്ച ഉടനെ ഈ ഷോക്കേസിൽ വെച്ചിട്ട് ഞാൻ പൊട്ടിക്കളി. അതിനെ അത്രയും ഞാൻ ശ്രദ്ധിക്കും. ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ചെമ്പുകൾ ഞാൻ ഖത്തറിൽ പോയ 5-8 കൊല്ലമായി. എൻ്റെ ഒരു ഫ്രണ്ട് അസ്മ എന്ന് പറഞ്ഞോളൂ തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഭക്ഷണം ഉണ്ടാക്കാനും അതിൽ ബിരിയാണി ഉണ്ടാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു തകരാറും ഇല്ലാത്തൊരു പാത്രം അത്. ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അസ്മാനെ ഓർമ്മിക്കും. പിന്നെ ഇത് എൻ്റെ സ്റ്റീലിൻ്റെ പാത്രം. ഇത് ഞാൻ ദുബൈയിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഫുള്ള് ദുബൈയിൽ നിന്ന് വാങ്ങിയത്. ഇത് നിങ്ങൾ കണ്ടില്ല, ചട്ടി. ഇത് ചട്ടിൻ്റെ കളക്ഷനാണ്. ഇത് ചെറിയ കുടുക്ക മുതൽ അത് കുടുക്ക ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇലച്ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ ഈ ചട്ടിയും കുടുക്കെല്ലാം പുറത്തിറക്കും. പിന്നെ ഇത് കുവൈത്തിൽ നിന്ന് പണ്ട് ടാങ്ക് കൊണ്ടാന്ന് മാത്രം. അത് വെറുതെ കാലിയൊന്നുമല്ല. എൻ്റെ മോൾ അത് കളഞ്ഞാളിയും പറയും, ഞാൻ കളിയൂല. കാണിച്ചു കൊടുക്കട്ടെ. ഉരുളി 86 വാങ്ങിയതാണ്. ഈ ഉരുളി 3 സൈസ് ഉരുളി. ഇത് ഇത് തേങ്ങാപ്പത്തിലുള്ള ഉരുളി. ഇത് വലിയ 2 ഉരുളി. അങ്ങനെ 3 ഉരുളി. വലിയ മൊഞ്ചുള്ള കിച്ചണൊന്നും അല്ല, പിന്നെ സ്റ്റോർ റൂമും കിച്ചണൊന്നും അല്ല. എന്നാലും എല്ലാവരും അഭിപ്രായം പറയും നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാ. അത് വലിയ സെറ്റപ്പൊന്നും അല്ലപ്പ. എന്നാലും അൽഹംദുലില്ലാ എൻ്റെ സ്വർഗ്ഗം. എൻ്റെ പിയാപ്പിളുടെ ഉമ്മ ഉപയോഗിച്ചില്ലേ നിങ്ങളെ സ്വർഗ്ഗമായി ഇത്. പൊടിച്ചിട്ട് എല്ലാരും ചോദിക്കലുണ്ട് ഇത് വറക്കണോ. ഒരുപാട് ആൾക്കാരെ സംശയമാണ്.
അപ്പൊ ഞാൻ പറയലുണ്ട് ഇത് വറക്കണ്ടെന്നൊക്കെ. ഇതിപ്പോ 2 ആഴ്ച കഴിഞ്ഞ് പൊടിപ്പിച്ചിട്ട് ഇത് 14 കിലോ പൊടിപ്പിച്ചതാ. 13 കിലോ ഈ 13 കിലോ അരിയാണ്. അത് വറുത്തിട്ടൊന്നുമില്ല, ഇത് കൂട്ടില്ലേ വറുത്ത് തീർന്നത്. അത് ഒരു 10 കിലോ നമ്മള് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഏകദേശം തീർന്ന്. അപ്പൊ ഇതൊന്നും നമ്മള് പുട്ടിന്റെ അരി വറുത്തിന്, ഇത് നമ്മുടെ അരിപ്പൊടി വറുത്തിട്ടില്ല. അരി വറുക്കൂല. ഇതിലാതെ കേക്കിന്റെ സാധനങ്ങൾ വെക്കുന്ന സെറ്റാണ്. പിന്നെ തടി കുറക്കാൻ വേണ്ടിട്ട് അളക്കുന്ന സാധനങ്ങളും ഞാനങ്ങനെയല്ല. ഇതല്ല സാധനങ്ങൾ മോളും എല്ലാം അളന്നിട്ട് തന്നതാ. ഇത് കേക്കിന്റെ തപ്പ അങ്ങനെ ഒരു രസം പറഞ്ഞ എൻ്റെ സ്റ്റോർ റൂമിന്റെ വീഡിയോ കഴിഞ്ഞ് അതിന് മുമ്പാൻ്റെ ഇത് വർക്ക് ഏരിയയാണ്. ഇതിലാണ് നമ്മളെല്ലാ കളിയും കളിക്കുന്ന ഒരു സ്ഥലം. രാവിലെ 6 മണി മുതൽ രാത്രി ഒരു 9:30 മണി വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഉമ്മാന്റെ സ്വർഗം, ഉമ്മാന്റെ ദുനിയാവ്, ഉമ്മാന്റെ ദുനിയാവാണിത്. ഇപ്പൊ അടുപ്പ് തന്നെയാണ്. പക്ഷെ എൻ്റെ മോളെ ഭരണം വന്ന് ഞാൻ സൈഡായി, അതുകൊണ്ട് ഇവിടെ അടുത്തി കത്തിക്കലില്ല. വിറക് എത്രയോ ഉണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടുന്ന് മോളെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു കൊടുത്തു. മോളെന്തൊരു ഇഷ്ടം പോലെ ആക്കട്ടെ, നമ്മൾ വയസ്സായില്ലേ. പിന്നെ ഇവിടെ കത്തിപ്പോ നമ്മളെ വട്ടിയാണ് ചോറ് ഊറ്റുന്നത്. ഇത് ഓരോ ചോറ് ഊറ്റുന്നതും വർക്കിംഗ് ബേസിന് എപ്പോഴും ഉപയോഗിക്കുന്ന ബേസാണിത്. പിന്നെ വന്നിട്ട് പിന്നെ ഉമ്മാന്റെ കുക്കർ കളക്ഷൻ കാണണ്ടേ. ഇത് ഉമ്മാന്റെ കുക്കറിന്റെ കളക്ഷൻ ആണ് കേട്ടാ. ഉമ്മ ആ ഫസ്റ്റ് കുക്കർ ഇല്ലല്ലോ, ഈ കുക്കർ നിന്റെ 11ാം വയസ്സിൽ വാങ്ങിയതാ. അതെന്താണ് അതിന്റെ കാരണം നിനക്ക് 11 ദിവസങ്ങൾ വീട്ടിൽ കൂടിയ 10 വയസ്സിലെ വീട്ടിൽ കൂടിയ 11ാം വയസ്സിൽ ഉപ്പാവ കുവൈത്തിൽ പോക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അന്നേരം ഞാൻ പോയി തിരുവനന്തപുരത്ത്. അത് പറഞ്ഞ ഒരു ഷോപ്പിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അന്നേരം വാങ്ങി തന്ന കുക്കർ. ഇപ്പൊ അത് ഉപയോഗിക്കുന്ന രാത്രി വരെ ഉപയോഗിച്ചു. അപ്പൊ ഇത് ഉമ്മാന്റെ കുക്കറിന്റെ കളക്ഷൻ ആണ് കേട്ടാ. എന്റെ ഒരു കസിന് ഇവിടെ ചെറുദുബായിന്ന് വന്നിട്ട് ഇവിടെ വന്നപ്പോ ആ മോന് ചോദിച്ചു കുഞ്ഞുപുത്താത്തന്റെ കുക്കർ പ്രസവിച്ചതാണോ എന്ന് ചോദിച്ചു. മാഷാ അല്ലാഹ്. അപ്പൊ കുക്കർ പ്രസവിച്ചതല്ല, ഉമ്മാന്റെ കളക്ഷൻ അപ്പൊ ഇതെല്ലാം അങ്ങനെ. പിന്നെ ഇവിടെയെല്ലാം നമ്മുടെ എപ്പോഴും ഇതൊരു പ്ലേറ്റ് വാഷർ. അതിന്റെ അടിയിൽ കണ്ടതല്ലേ, കണ്ട് നമ്മളെ പ്ലേറ്റ് വാഷുന്നു അതിന്റെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് കണ്ടതല്ലേ, ഉപയോഗിച്ചതാ. ഓക്കെ. പിന്നെ ഇത് ഉമ്മാന്റെ ഒരു വേറൊരു ഇത് ഗ്യാസ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന തന്നെയാണ്. ഇത് എത്രയായി ഉമ്മ ഈ ഗ്യാസ് അടുപ്പ് വാങ്ങിച്ചിട്ട്? 88 നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു കൊല്ലം പിന്നെ ഇന്നും അത് ഉമ്മാന്റെ കത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ പ്രശ്നം തീരുകയും ചെയ്യില്ല. അതാ വേറൊന്നല്ലാന്ന് ഞാൻ അക്കാര്യത്തിൽ വളരെ ഇത് 87 ഗ്യാസ് അടുപ്പാട്ടാ. അതായത് 87 വാങ്ങി എത്രയോ ആളെ ഗ്യാസ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഈ 87 എല്ലാ ഗ്യാസും മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം രാവിലെ എല്ലാവരും ചായ ഇവിടുന്നാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഒരു ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടിയിലൂടെ ചെയ്യിപ്പിച്ചത്. അതായത് കോഴിക്കോട് എറണാകുളത്തേക്ക് ഉള്ളിലൂട്ട് നമ്മുടെ തറിന്റെ ഉള്ളിലൂട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. അപ്പൊ അത് നോട്ട് നല്ലതാ. ഒറ്റൊരു കുറ്റിയില് നമ്മുടെ ഏകദേശം 9 അടുപ്പ് ഒരേ കുറ്റിയില് വർക്ക് ചെയ്യും. അപ്പൊ അതാണിത്. ഇതിപ്പോ ഏകദേശം 25 വർഷമായി കേട്ടാ. ഇത് നമ്മുടെ 25 വർഷമായി. ഇതും നമ്മളെല്ലാം ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു ഗ്യാസ് അടുപ്പ്. പിന്നെ ഉമ്മ ഈ ഗ്യാസിന്റെ ഗ്ലാസിന് ഒരു പ്രത്യേകതയില്ല, അതൊന്നും പറഞ്ഞു. പ്രത്യേകത തന്നെയാ, ഇതിന് പുക പിടിക്കൂല. എണ്ണ വെക്കും പുകയൊന്നും ഇതിന്റെ ഉള്ളിൽ പിടിക്കൂല. ഇതെപ്പോഴും നമ്മൾ അങ്ങനെ ദിവസം വൃത്തിയാക്കുകയും ചെയ്യില്ല, ക്ലീൻ ആക്കുകയും ചെയ്യില്ല. എപ്പെങ്കിലും ഒരു ദിവസം മാത്രം ക്ലീൻ ആക്കും. പക്ഷെ അതിനൊന്നും എണ്ണ എനിക്ക് ഉമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ കുക്കിംഗ് റേഞ്ച്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം കുക്കിംഗ് റേഞ്ച് വാങ്ങിച്ചോ. പിന്നെ ഉമ്മാന്റെ ബാത്റൂം കാണിച്ചു കൊടുക്കുമ്പോ ഇത് നമ്മുടെ കിണറ്റിന്റെ ബാത്റൂമാണ്. ഇവിടെ നമ്മൾ പ്രസവിച്ചാലൊക്കെ കുളിക്കാൻ വേണ്ടിട്ട്
ഇപ്പൊ ഇതിലെ കൂടുതൽ സ്റ്റോർ ചെയ്യലാ. പിന്നെ അത് ഉമ്മ അത് തുറക്കുമ്പോ ഇത് വീടോട്ട് വെള്ളം വലിക്കലില്ല, വെള്ളം വലിക്കുന്ന സ്ഥലമാണ് ഇത്. പക്ഷെ ഇപ്പൊ വെള്ളം വലിക്കല് ഞാൻ ഇത് ലോക്കാക്കിയിട്ട് അങ്ങേപ്പുറാക്കി. അപ്പൊ ഇതാണ് ഉമ്മാന്റെ വെള്ളം വലിക്കുന്നത്. നമ്മളെ കിണറാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാ നമ്മളെ മാഷാഅല്ലാ നമ്മളെ കിണറാണ്. ഇപ്പൊ ഉമ്മ ഇത് പുറത്തുനിന്ന് വലിക്കാനാക്കി. എന്തിനാ പുറത്തുനിന്ന് വലിക്കാനാക്കിയെന്ന് ഉമ്മ അത് ഈ ബാത്റൂം നനയുന്നുണ്ട്. ഇവരോട് എത്ര പറഞ്ഞാലും നനക്കും അത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവരെല്ലാം പിടിച്ച് വെച്ച് ഞാൻ പുറത്താക്കി. കിച്ചന്റെ ഒരിതാ നമ്മുടെ ഈ ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിനെ തിരിച്ചു വെച്ചത് കേട്ടോ ഈ ഓവണ്ണ. അപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉമ്മ സ്പെഷ്യൽ കിച്ചണ്. നിങ്ങൾക്ക് കിച്ചൺ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇനി ഉമ്മാൻ്റെ വർക്ക് ഏരിയ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല. ആരും ഇല്ലാത്തതുകൊണ്ട്, പണിക്കാരും ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ ചെടി ഇടയ്ക്കിടയ്ക്ക് പുറത്തെടുത്ത് വെക്കും കേട്ടോ. ഉള്ളിലുള്ള ഇൻഡോർ എന്റെ ഫിൽറ്റർ ഇതാണ്. ഞാൻ ഈ വെള്ളം വെച്ചിട്ട് എൻ്റെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കും. കുടിക്കാൻ എൻ്റെ മക്കൾക്ക് കുടിക്കാനും ഭക്ഷണ സാധനത്തിനും ഇതിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാൻ എങ്ങനത്തെ ഫിൽറ്റർ വെച്ചാലും അത് ഇഷ്ടമല്ല. കിഴക്കത്ത് വെള്ളം വിൽക്കണം എന്നാലാണ് സാധനം. അപ്പം ഇത് ഉമ്മാൻ്റെ കിണറും ഉമ്മാൻ്റെ ഇതൊക്കെയാണ്. എന്ത് ഫിൽറ്റർ വെള്ളം ഉണ്ടെങ്കിലും ഞാൻ കയറ്റുന്ന വിളിച്ച വെള്ളം മാത്രം കുടിക്കും. ഇത് ഉമ്മാൻ്റെ. പിന്നെ ഇത് നമ്മുടെ എപ്പോഴും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇത് ഉമ്മാൻ്റെ വേറൊരു ഇത് ഉമ്മാൻ്റെ നിത്യ ഉപയോഗ ചട്ടികളാണ് കേട്ടോ. ഇത് ഉമ്മാൻ്റെ നിത്യ ഉപയോഗിക്കുന്ന ചട്ടി. ഈ തറവാട് എനിക്ക് തന്നതാണ്. ഈ തറവാട് പൊളിച്ചേരം 1.5 കൊല്ലം വരെ ഞാൻ എൻ്റെ മക്കൾ താമസിച്ച വീടായിരുന്നു. അതിൽ എസ് വെച്ചില് പിന്നെ ടൈൽസ് എല്ലാം ഇട്ടതാണ്. എല്ലാ കിച്ചൺ ഉണ്ടേനും. ഇത് നമ്മുടെ പഴയ വീടാട്ടോ. ഇതിപ്പോ നമ്മളൊരു കുറെ സാധനങ്ങൾ ഇട്ടിട്ടൊക്കെ അടുപ്പുണ്ട്. എൻ്റെ ആവശ്യത്തിനല്ല നല്ല ഉപയോഗിക്കുന്നത്. 2 റൂമുണ്ട്, മേധയില് റൂമുണ്ട്. ഇതാണ് നമ്മുടെ ആ പഴയ വീടാട്ടോ. നമ്മളെ അലക്കുകല്ല് നല്ല മാറ്റണമെന്നുണ്ട് ഉദ്ദേശം. ഇത് നമ്മുടെ അലക്കുന്ന ഏരിയയാണ്. ഇത് ഉമ്മാന്റെ വിറകിടുന്ന സ്ഥലമാണ്. ഇത് ഉമ്മാന്റെ അടുപ്പും സ്ഥലമൊക്കെ. അപ്പം നമ്മുടെ അടുക്കളൊക്കെ കണ്ട് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്കൊരു നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ദിവസം മുമ്പേ കുറച്ച് പൈനാപ്പിൾ വാങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയത്. അതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ നന്നായി വൃത്തിയായി കഴുകിയിട്ട് 3-4 പീസാക്കിയിട്ട് അതിനെ കട്ട് ചെയ്ത് എന്നിട്ട് നല്ലൊരു മൂടിയുള്ള പാത്രത്തിൽ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു. നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം അത് ഫ്രോസൺ ആക്കി വെച്ചതാണ്. ഇതിനെ കൊണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ. ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ തന്നെ ഗസ്റ്റ് വന്നാൽ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അതിനെ കട്ട് ചെയ്യണം, അതിനെ വൃത്തിയാക്കണം, എന്നിട്ട് ജ്യൂസ് അടിക്കണം, അരിക്കണം. ഭയങ്കര പണിയാണ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കുകയും ചെയ്യും. നല്ല തണുത്ത പൈനാപ്പിളും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ചില ആൾക്ക് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട ചൊറിയെന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല അടിപൊളി നല്ല ഫ്രഷ് ജ്യൂസ് നമുക്ക് കുടിക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴുങ്ങി വെച്ച പൈനാപ്പിൾ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ 2 പൈനാപ്പിളാ അല്ലെങ്കിൽ 3 പൈനാപ്പിളാ വാങ്ങുക. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രോസൺ ആക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പൈനാപ്പിൾ പീസ് നല്ല ഫ്രോസൺ ആയതുകൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, എന്നാലും ഒരു 2-3 മിനിറ്റ് പുറത്തെടുത്ത് വെച്ചാൽ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളതിനെ പീസാക്കിയിട്ട് എടുത്തിട്ട് ഇതിപ്പോൾ ഞാനൊരു 4 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിളാണ് എടുക്കുന്നത്. അങ്ങനെ അതിനാണ് കുറച്ച് പീസ് പൈനാപ്പിൾ ഇട്ടു. എന്നിട്ട് അതിനകത്ത് ആവശ്യം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുക. ഓൾറെഡി ഈ പൈനാപ്പിൾ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ സംഭവം കഴിഞ്ഞു. അപ്പം നമ്മൾ വെള്ളമൊന്നും കൂടുതൽ ഒഴിക്കാതെയാണ് ഇത് ജ്യൂസ് അടിച്ചത്. ഇനി നമ്മൾ എന്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കും. ഞാനൊരു 4 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി. ഇത് അരിക്കാതെ തന്നെ കുടിക്കുക കേട്ടോ. പക്ഷേ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത് അരിക്കാണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് അതിൻ്റെ ആ നാരുണ്ടാവുമല്ലോ എന്ന്. അപ്പം നാരൊന്നും ഉണ്ടാവില്ല. ഉള്ളത് തന്നെ നമ്മളെ ശരീരത്തിന് നല്ലതാണ്. പൈനാപ്പിളിൻ്റെ നാര്, ഓറഞ്ചിൻ്റെ നാരൊക്കെ
അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഒരു വേസ്റ്റും ഇല്ല. ഇനി നമ്മളൊന്ന് നല്ലോണം മിക്സാക്കി മധുരമൊക്കെ നോക്കി, മധുരം പോരെങ്കിൽ ഇച്ചിരിയും കൂടെ പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലടിക്കുക. അപ്പോൾ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്സിയോടുകൂടെ തന്നെ ഗ്ലാസ്സിൽ ഒഴിക്കണം. അപ്പോൾ നല്ല പതയും നല്ല ടൈറ്റും നല്ല കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് പൈനാപ്പിൾ ജ്യൂസ് തന്നെയാണോ എന്ന് സംശയം ഉണ്ടാവും. അത്രയും രസമാണ് കാണാനും കുടിക്കാനും ഒക്കെ. ഇനിയിപ്പോൾ ആർക്കെങ്കിലും പൈനാപ്പിൾ കൊടുത്തിട്ട് തൊണ്ട ചൊറിയുന്നൊന്നും പറയണ്ട. അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കണ്ടില്ലേ? എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി പൈനാപ്പിൾ ഉണ്ടെങ്കിൽ തന്നെ ഗസ്റ്റുകൾക്ക് ഇനി ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനൊന്നും നോക്കണ്ട, മുന്നേ കുറച്ച് സ്റ്റോർ ചെയ്തിട്ട് വെക്കുക. അടിപൊളി ജ്യൂസാണ്. ഈ ജ്യൂസിൻ്റെ അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ എൻ്റെ കിച്ചൻ്റെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.